ഇത് കണ്ടോ, നമ്മൾ കുറച്ചിങ്ങനെ മുകളിലോട്ട് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് മുകളിൽ നിന്ന് ഹരിദ്വാറിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ദൂരെയായിട്ട് ഗംഗാനദി ഒഴുകുന്നതൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് ഇപ്പോഴുള്ളത്. നമ്മൾ ഹരിദ്വാറിലെ പ്രധാനപ്പെട്ട 2 ദേവീക്ഷേത്രങ്ങളായിട്ടുള്ള മാനസ ദേവി ക്ഷേത്രത്തിലേക്കും ചണ്ഡി ദേവി ക്ഷേത്രത്തിലേക്കുമാണ് ഇന്ന് പോകുന്നത്. നമ്മൾ ഈ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ശിവഭഗവാന്റെ ഒരു പ്രതിമ നിർമ്മിച്ച് വെച്ചിരിക്കുന്നതാണ്. വളരെ വലുപ്പത്തിലുള്ള ഒരു പ്രതിമയാണ്. ഇതിൻ്റെ പുറകിലായിട്ട് വേറെ ഒരു പ്രതിമയും കാണാം. ഇതാണ് നമ്മൾ ആദ്യം കണ്ട പ്രതിമയുടെ അവിടുന്ന് കുറച്ചിങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ ശിവഭഗവാൻ ധ്യാനത്തിൽ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിമ കാണാം. നമ്മൾ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങുവാണ്. നമ്മൾ ഈ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങി വലത്ത് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ഈ കേദാർനാഥ് ബദ്രീനാഥ് ഭാഗത്തോട്ടൊക്കെ പോകുന്ന ബസ്സുകൾ കിട്ടുന്നത്. നമ്മളിവിടുന്ന് നേരെ ഈ വഴിയെ നടന്ന് ഈ ഹർക്കിപ്പോടി, അതായത് ഇവിടുത്തെ പ്രധാന ഗംഗാരതിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ ഹർക്കിപ്പോടി എന്ന് പറയുന്നത്. ആ ഭാഗത്തോട്ടാണ് പോകുന്നത്. ആ ഭാഗത്ത് നിന്നാണ് നമുക്ക് ഈ മാനസാദേവി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുള്ള വഴിയുള്ളത്. ഇതുകൊണ്ട് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലായിട്ട് നമുക്കിങ്ങനെ കുതിരവണ്ടി, ചെറിയ കുതിരവണ്ടിയിൽ ഒരു കുതിര വലിക്കുന്ന കുതിരവണ്ടികൾ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ ഈ സൈക്കിൾ റിക്ഷകൾ കാണാൻ പറ്റുന്ന അപൂർവം ചില സ്ഥലങ്ങളാണ്. നമുക്ക് വാരണാസി ചെന്നാൽ ഇതുപോലെ സൈക്കിൾ റിക്ഷ കാണാം. ഇങ്ങനെ സൈക്കിളിൽ ആൾ വലിച്ചുകൊണ്ട് പോകുന്ന സൈക്കിൾ റിക്ഷ. ഇതിപ്പോൾ നമുക്ക് ഇവിടുന്ന് ചില സ്ഥലങ്ങളിലോട്ടൊന്നും ഈ വണ്ടികളൊന്നും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടൊക്കെ പോകാനായിട്ടാണ് ഈ സൈക്കിൾ റിക്ഷകളുള്ളത്. നമ്മൾ ആ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ജംഗ്ഷനിലാണ് വരുന്നത്. നമ്മൾ ഈ വഴിയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ കാണുന്നത് ഇത് കണ്ടോ, ഇത് ഈ ശിവമൂർത്തി ചൗക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ ശിവഭഗവാന്റെ ഒരു പ്രതിമയാണ് നമുക്ക് നേരെ മുന്നിൽ കാണുന്നത്. ഒരു ചെറിയൊരു ജംഗ്ഷനാണ്. അപ്പോൾ ഇതുവഴി കണ്ടോ, ഈ വണ്ടി ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക്, ഈ വണ്ടി പോകുന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടുത്തെ ദക്ഷയാഗമൊക്കെ നടന്ന സ്ഥലം, അതായത് ദക്ഷമന്ദിർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന സ്ഥലമാണ്. ഖങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന വഴിയാണ്. കാരണം ആ വണ്ടി ഒക്കെ പോകുന്നത്. ആ വണ്ടിയൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തായിട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ഓട്ടോകൾ കിട്ടും ഈ ദക്ഷമന്ദിറിലോട്ട് പോകാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ ശിവമൂർത്തി ചൗക്ക് എന്ന് പറയുന്നത്. കണ്ടത് ഇവിടെ നേരെ കാണുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. മലയാളികൾ നടത്തുന്ന ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. ആ അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് ഇവിടുന്ന് ഒരു 100-150 മീറ്ററേ ഉള്ളൂ. നമ്മളിവിടുന്ന് നേരെയാണ് പോകുന്നത്. ഇതിപ്പോൾ രാവിലെ സമയമായതുകൊണ്ടാണ് ഈ റോഡിലൊക്കെ തീരെ തിരക്ക് കുറവ്. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഗംഗാ ആരതിക്ക് പോകാനായിട്ടുള്ള ആൾക്കാരുടെ ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ മുന്നോട്ട് നടന്നു വരുമ്പോഴത്തേനും ഇവിടെ വാത്മീകി ചൗക്ക് എന്ന് പറഞ്ഞൊരു ജംഗ്ഷനാണ് വരുന്നത്. അതുകൊണ്ട് മുന്നിലായിട്ട് കാണുന്നത് വാത്മീകി ഭഗവാന്റെ ഒരു പ്രതിമയാണ്. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് മുന്നോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ഒരു ബോർഡ് ഇട സൈഡിലായിട്ട് കാണാം, മാനസാദേവി പ്രവേശദ്വാരം. അപ്പോൾ നമുക്ക് ഈ വഴിയാണ് നമുക്ക് അകത്തോട്ട് കയറി പോകേണ്ടത്, മാനസാദേവി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. ഇവിടെയെല്ലാം നമുക്കിങ്ങനെ ഈ ക്ഷേത്രത്തിലോട്ടുള്ള പൂജാസാധനങ്ങളൊക്കെ കൊടുക്കുന്ന കടകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ മാനസാദേവി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് റോപ്പ് വേ സൗകര്യമുണ്ട്. അതിനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ മാനസാദേവി ക്ഷേത്രത്തിലേക്കും ചണ്ഡീദേവി ക്ഷേത്രത്തിലേക്കും പോകാനായിട്ട് ഇവിടുന്ന് ഒറ്റ ടിക്കറ്റ് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ആദ്യം മാനസാദേവി ക്ഷേത്രം കണ്ടിട്ട് അവിടെ നിന്ന് ഇവർ ഒരു വണ്ടിക്ക് കയറ്റി നമ്മളെ ഈ ചണ്ഡീദേവി ക്ഷേത്രത്തിൻ്റെ റോപ്പ് വേ തുടങ്ങുന്ന സ്ഥലത്ത് കൊണ്ടുപോകും. അങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും നടന്ന കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നടന്ന് പോകാനായിട്ടുള്ള വഴി. ഇതുപോലെ സ്റ്റെപ്പുകളാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുള്ളത്. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ആ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോൾ ഇതുപോലെ ഒരു മെയിൻ റോഡിലോട്ടാണ് വരുന്നത്. ഈ റോഡ് തിരിച്ച് പോകാനായിട്ടുള്ള വഴിയാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഈ മോളിൽ കൂടെ റോപ്പ് വേ പോകുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഈ ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രം കാണാം. ഈ മെയിൻ റോഡൊക്കെ കാണുന്ന സ്ഥലത്തായിട്ട് നമ്മൾ ഈ താഴെ കൂടെ കാണുന്ന ആ വഴിയാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനിയും ഈ റോഡെ മുന്നോട്ട് നടന്ന് നമുക്ക് വീണ്ടും മുകളിലോട്ടാണ് കയറി പോകേണ്ടത്. നമ്മളെ സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പം ഇതുപോലെയുള്ള വഴിയാണ് തോന്നുന്നത്. ഇവിടെ നമുക്കിങ്ങനെ റോപ്പ് വേ പോകുന്നത് കാണാം. ഇത് കണ്ടോ, നമ്മൾ കുറച്ചിങ്ങനെ മുകളിലോട്ട് കയറി വരുമ്പോഴത്തേനും നമുക്ക് മുകളിൽ നിന്ന് ഹരിദ്വാറിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ദൂരെയായിട്ട് ഗംഗാനദി ഒഴുകുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ കുറച്ചും കൂടെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൽ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, ഇവിടെ വലിയ കുരങ്ങന്മാരിരിക്കുന്നത്. ഈ മരത്തെ നിറച്ചു ഉമ്മാരായിരിക്കുന്നത്. നമ്മൾ നടന്ന് മാനസാദേവി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ ഇവിടെ നിന്ന് നമുക്ക് ദൂരെയായിട്ട് ഗംഗാനദി ഒഴുകുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മാനസാദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നോട്ട് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അനുവദിക്കുമെന്നറിയിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറുന്ന വഴിയാണിത്.
നമ്മൾ ഈ മാനസീദേവി ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചണ്ഡീദേവി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഈ ചണ്ഡീദേവി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷയോ മറ്റു വാഹനങ്ങളോ എന്തെങ്കിലും കിട്ടും. ആ വണ്ടിക്ക് കയറിയിട്ട് വേണം നമുക്ക് ഈ ചണ്ഡീദേവി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. അവിടെയും ഇതുപോലെ കുറച്ച് ദൂരം കയറാനായിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് കുറച്ച് ദൂരത്തായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത്. അവിടെ നമുക്ക് ഓട്ടോയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഈ ഹരിദ്വാറിൽ 2 മലയുടെ മുകളിലായിട്ടുള്ള 2 ക്ഷേത്രങ്ങളാണ് ഈ ചണ്ഡീദേവി ക്ഷേത്രവും മാനസാദേവി ക്ഷേത്രവും. ഇതുകൊണ്ട് ഇവിടെ നിന്ന് ഇനി ചണ്ഡീദേവി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇതുപോലെ ഓട്ടോറിക്ഷകൾ കിട്ടും. നമുക്ക് ഈ ഓട്ടോയ്ക്ക് കയറി ഇനി ചണ്ഡീദേവി ക്ഷേത്രത്തിൻ്റെ സമീപത്ത് പോയി ഇറങ്ങാം. അങ്ങനെ നമ്മൾ ആ മാനസാദേവി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ചണ്ഡീദേവി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുള്ള വഴിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെയും നമുക്ക് ഈ റോപ്പ് വേ സംവിധാനങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ നടന്നു തന്നെ പോകാനായിട്ടാണ് നോക്കുന്നത്. ഈ ചണ്ഡീദേവി ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാനായിട്ടുള്ള വഴി ഇതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവഴി ആരും നടന്നു പോകുന്നത് കാണുന്നില്ല. ഈ റോഡും ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് നമുക്കും ഈ റോപ്പ് വേയിൽ പോകാനായിട്ട് നോക്കാം. അവിടെ റോപ്പ് വേയുടെ ചാർജ് ചോദിച്ചപ്പം 240 രൂപ 1 സൈഡ്. അപ്പോൾ അതിലും ഭേദം നടന്നു പോകുന്നതെന്ന് വെച്ചാൽ 2.5 കിലോമീറ്റർ ഉണ്ട്. അതുവഴി നടന്നു തന്നെ പോകാനോർത്താണ്. നമ്മൾ ആ മാനസാദേവി ക്ഷേത്രത്തിൽ പോയതുപോലെ ചണ്ഡീദേവി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നടന്നു പോകാനായിട്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഇതുപോലെ ശരിക്കും ഒരു വനം പ്രദേശം പോലെ തോന്നുന്ന സ്ഥലത്തൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. കേട്ടോ, നമുക്ക് ഇവിടെ നിന്ന് മുകളായിട്ട് ക്ഷേത്രം കാണാനായിട്ട് സാധിക്കും. ആ കൊടിയൊക്കെ കണ്ടോ, അവിടം വരെ നമുക്കിനി ഇതുവഴി ഇങ്ങനെ നടന്ന് പോകണം. അങ്ങനെ നമ്മൾ നടന്ന് ചണ്ഡീദേവി ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് എത്തുകയാണ്. ആ കാണുന്നതാണ് ചണ്ഡീദേവി ക്ഷേത്രം. മലയുടെ മുകളിലായിട്ടാണ് ഇത്. താഴോട്ട് നമുക്ക് ദൂരെയായിട്ട് ഹരിദ്വാർ നഗരത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാം. നമ്മളവിടെ ആ മാനസാദേവി ക്ഷേത്രത്തിൻ്റെ ഇവിടെ കണ്ടതുപോലെ തിരക്കൊന്നും ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരു ബോർഡ് കാണാം. അഞ്ജനി ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. ചണ്ഡീദേവി ക്ഷേത്രത്തിലോട്ട് കയറുന്ന പ്രവേശന കവാടമാണ്. ആ ചണ്ഡീദേവി ക്ഷേത്രത്തിൽ ഇപ്പം ദർശനത്തിൽ നോക്കിയപ്പോൾ ഭയങ്കര ക്യൂ. അപ്പം നമ്മൾ ഈ അഞ്ജനി ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ചണ്ഡീദേവി ക്ഷേത്രത്തിലോട്ട് ഇത് അടുത്ത് തന്നെയാണ് ഈ അഞ്ജനി ദേവി ക്ഷേത്രവും. ഇതുകൊണ്ട് അങ്ങ് ദൂരെയായിട്ട് ഏകദേശം ഈ നമ്മുടെ വീഡിയോയുടെ നടുക്ക് ഭാഗത്തായിട്ട് കാണുന്നതാണ് മാനസാദേവി ക്ഷേത്രം. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇതാണ് ഹരിദ്വാറിലെ അഞ്ജനി ദേവി ക്ഷേത്രം. ഹനുമാൻ സ്വാമിയുടെ അമ്മയുടെ ക്ഷേത്രമാണ്. ചണ്ഡി ദേവി ക്ഷേത്രത്തിലേക്ക് ഉള്ള കവാടമാണ് കാണുന്നത്. ഹരിദ്വാറിലെ മാനസാദേവി ക്ഷേത്രത്തിലെയും ചണ്ഡീദേവി ക്ഷേത്രത്തിലെയും അഞ്ജനി ദേവി ക്ഷേത്രത്തിലെയും ദർശനത്തിന് ശേഷം ഈ ചണ്ഡീദേവി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടവർ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം.